വായനാദിന ക്വിസുമായി ബന്ധപ്പെട്ട 30 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. ചോദ്യം 1. വായനാ ദിനമായി ആചരിക്കുന്ന ദിവസം. ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം P.N. പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം P.N. പണിക്കർ 1947 ഗ്രന്ഥശാലാ സംഘം രജിസ്റ്റർ ചെയ്തു. കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? ഉത്തരം 2017 മുതൽ. ആരുടെ ചരമദിനമായാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം P.N. പണിക്കർ. മരണമടഞ്ഞത് 1995 ജൂൺ 19. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 25 വരെ. ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. P.N. പണിക്കരുടെ മുഴുവൻ പേര്? പുതുവായിൽ നാരായണ പണിക്കർ. P.N. പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നീലംപേരൂർ, ആലപ്പുഴ. P.N. പണിക്കർ ജനിച്ചത് നീലംപേരൂർ, ആലപ്പുഴ എന്ന ജില്ലയിൽ. P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? ഉത്തരം 2004 ജൂൺ 19. P.N. പണിക്കരുടെ ഓർമ്മയ്ക്കായി 2004 ജൂൺ 19 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് ആണ് പുറത്തിറക്കിയത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ മഹത്തായ സന്ദേശമാണ്? ഉത്തരം P.N. പണിക്കർ. 1970 തെക്ക് പാറശ്ശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന എടുകളിലൊന്നാണ്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നതായിരുന്നു ജാഥയുടെ പ്രധാന മുദ്രാവാക്യം. ചോദ്യം: വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞതാരെ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാസമാഹാരം പുറത്തിറക്കിയ കവി? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. P.N. പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. 1926 സനാതനധർമ്മം വായനശാല സ്ഥാപിച്ചത്. ചോദ്യം: നിരക്ഷരതാ നിർമാർജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി, കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ P.N. പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയത് എന്നാണ്? ഉത്തരം 1977.
ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം ഏപ്രിൽ 23. വില്യം ഷേക്സ്പിയറുടെ ജനന മരണ ദിവസമായ ഏപ്രിൽ 23 ആണ് ലോക പുസ്തക ദിനമായി ആചരിച്ചു വരുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് വായന എന്ന പേരിലാണ്. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ അറിയപ്പെടുന്ന പേര്? റെഡ് ബുക്ക്. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. 1929 കേരളത്തിൽ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ദേശസേവിനി ഗ്രാമീണ വായനശാല, എറണാകുളം. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം വായിച്ചു വളരുക. പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ്? ഉത്തരം അലക്സാണ്ട്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറി. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സ്വാതി തിരുനാൾ. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴ. ഇന്ത്യയിൽ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? SR രംഗനാഥൻ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനുമുള്ള എഴുത്തച്ഛൻ പുരസ്കാരം. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ 30 ചോദ്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് 11 വയസ്സാണ് ഉള്ളത്. ഞാൻ വായിച്ചതിൽ ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അടിച്ച് ലൈക്ക് ചെയ്ത് പോവണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ. താങ്ക് യു.